നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നതിൽ മെജോറിറ്റി ആൾക്കാർക്ക് ഞാൻ ഈ പറയാൻ പോണ കാര്യം അറിയാം. ഇപ്പോൾ സ്ക്രീന് കണ്ടതുകൊണ്ടും നമ്മുടെ യൂണിഫോം കണ്ടതുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന്. പക്ഷേ ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി പിള്ളേരാണ് എല്ലാ ദിവസവും മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണ് ഇതിന് ജോയിൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ കാര്യം എന്താണ്, ഡീറ്റെയിൽസ് ഇതുവരെ അറിഞ്ഞില്ല, പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് അൺഅക്കാഡമിയിൽ ഈ മാസം 1-ാം തീയതി മുതൽ, നമ്മുടെ ഈ ജൂൺ 1-ാം തീയതി മുതൽ നമ്മളൊരു MCQ പ്രാക്ടീസ് സെഷൻ നടത്തുന്നുണ്ട്. പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു MCQ കോൺടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾക്കറിയാം നമുക്ക് MCQ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 20 മാർക്കിന് നമുക്ക് MCQ ചോദിക്കും, അത് കഴിഞ്ഞ് 20 മാർക്കിന് വൺ വേർഡ് ചോദിക്കും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ആ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം, മൾട്ടിപ്പിൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് എയിം ചെയ്തുകൊണ്ട് നമ്മുടെ അൺഅക്കാഡമിയിൽ ഫ്രീ ആയിട്ട് MCQ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു MCQ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ചെയ്തു, ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ അൺഅക്കാഡമിയിലെ പ്രൊഫൈലാണ്. നമ്മൾ ഇതുവരെ ചെയ്ത സെഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുവരെ ചെയ്ത സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 1-നാണ്. കണ്ടോ, അതാ കാണും. ജൂൺ 1-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഒരു ദിവസം, ആദ്യത്തെ ദിവസം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, രണ്ടാമത്തെ ദിവസം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് 2 ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഒരു ദിവസം നമ്മളൊരു 75 ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്യും. 2 ദിവസം ആകുമ്പോൾ 150 അല്ലെങ്കിൽ 140 മുതൽ 150ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഒരു സബ്ജക്റ്റിൽ നിന്ന് 150ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഓപ്പറേഷൻ മാനേജ്മെന്റ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ലോ ആൻഡ് എത്തിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കോസ്റ്റ് ആൻഡ് എഫ്എമ്മും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്റ്റാണ്? ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഡയറക്ട് ടാക്സ് ഉണ്ട്. അതായത് നാളെ എന്ന് പറഞ്ഞാൽ ഏതാ, നമ്മുടെ 9-ാം തീയതി 10-ാം തീയതി 10-ാം തീയതി ഡയറക്ട് ടാക്സ് ആണ്. അതിനുശേഷം 11-ഉം 12-ഉം ഇൻഡയറക്ട് ടാക്സ് ആണ്. അതിനുശേഷം 13, 14 കോസ്റ്റ് അക്കൗണ്ടിങ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അതിനുശേഷം ഉള്ള ദിവസം നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, 2 ദിവസം കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റാണ് ബാക്കിയുള്ളത്. ഇതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. സമയം വരുന്നത് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. 7 മണിക്ക് എണീറ്റേ പറ്റും. 7 മണിക്ക് എണീക്കാം. 1 മണിക്കൂറായിരിക്കും സെഷൻ ഉണ്ടാവും. 1 മണിക്കൂറിൽ നമ്മൾ ഈ ക്വസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യും, ഓപ്ഷൻസ് കാണിക്കും, സൈഡിൽ ഒരു പോൾ വരും. ആ പോളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ രജിസ്റ്റർ ആവും. ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്തത് ആരാണ്, നിങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്താണ്, നമുക്ക് പ്രോപ്പർ ഗ്രാഫും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അതിൽ അറിയാനായിട്ട് പറ്റും. നമ്മൾ എടുത്ത സമയം, എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ എന്തായാലും രാവിലെ 7 മണിക്ക് എണീക്കാൻ പറ്റില്ല. ജസ്റ്റ് രാവിലെ 7 മണിക്ക് എണീക്കുക, ലൈവായിട്ട് ക്ലാസ്സിൽ കയറി നിൽക്കുക. എവിടെയെങ്കിലും നമ്മൾ കേൾക്കുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും എക്സാമിന് വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ? ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഒരു ദിവസം 75 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 140 മുതൽ 150ഓളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നല്ലതല്ലേ? ഏതെങ്കിലും എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതിക്കൂടെ? ആ ഒരു മാർക്കിനാണ് നമുക്ക് അഗ്രിഗേറ്റ് മാറിപ്പോണതെങ്കിലോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് ലിങ്ക്, ഇനിയുള്ള എല്ലാ ഡേയ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾ ഇത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈലിൽ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അൺഅക്കാഡമി ലേണേഴ്സ് ആപ്പ് ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഗോൾ ചോദിക്കും. ഗോൾ CMA ഫൗണ്ടേഷൻ എന്നോ CMA ഇന്റർമീഡിയറ്റ് എന്നോ ഏതെങ്കിലും വെച്ചോ. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്യാം. സാഗർ നായർ എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്യാം. സാഗർ നായർ എന്നാണ് എൻ്റെ പ്രൊഫൈൽ നെയിം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ കിട്ടും. അവിടെ ചെന്ന് എന്നെ ഫോളോ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഓരോ ദിവസത്തെയും താഴെ നോക്കിയാൽ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് കാണുന്നത്, ഇതുപോലെ ഓരോ സ്പെഷ്യൽ ക്ലാസ്സസ് എന്നും എഴുതിയിട്ടേക്കും, ഫ്രീ ലൈവ് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എല്ലാം കാണാനായിട്ട് പറ്റും. എവിടെയെങ്കിലും വെച്ച് അൺഅക്കാഡമിയിൽ ക്യാഷ് ചോദിക്കുകയാണ്, ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് പറയുകയാണെങ്കിൽ Sagar 45 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ Sagar 45 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സാധാ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ Sagar 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാം, ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റുകൾക്ക് വീണ്ടും MCQൻ്റെ പ്രാക്ടീസ് വേണമെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്തായാലും ഈ ഒരു ഫ്ലോയിൽ പോട്ടെ. അപ്പോൾ നാളെയും മറ്റന്നാളും ഡയറക്ട് ടാക്സ് ആണ്, നിങ്ങൾ വരാം. അതിനുശേഷം 2 ദിവസം ഇൻഡയറക്ട് ടാക്സ് ആണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. മറക്കരുത്, പറയണം. ഇനി ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഷെയർ ചെയ്തിരിക്കാം. ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സിൻ്റെ ഓരോ ദിവസത്തെയും ലിങ്കുകൾ അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും അതിനകത്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളും നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറ്റും. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ബൈ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.